ഷാജിയുടെ ലൈവ് കണ്ടു ഇന്നലെ. നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് കേട്ടാലോ, എന്നിട്ട് സംസാരിക്കാം. ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല, ഞാൻ എന്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എന്റെ യൂട്യൂബിൽ നിന്നൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്തൊരു സംഭവമാണ്. ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി, പഠിച്ചവനെ അത് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അല്ലെങ്കിൽ അത് പുറത്ത് തരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ, കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എന്റെ യൂട്യൂബിൽ കാണില്ല, എന്റെ ഷോർട്സിൽ കാണില്ല, എന്റെ ഇൻസ്റ്റഗ്രാമിൽ കാണില്ല. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അതും ഞാൻ ആ സംഭവം കഴിഞ്ഞിട്ടും ഞാനൊരു 2 വീക്ക് അത് കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താന്ന് പറയാൻ, എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണത്. അത് ഞാനായിട്ട് ഇട്ടതൊന്നല്ല. അത് ചിലപ്പോ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും. അതിന് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി അങ്ങനെ ചെയ്യേണ്ട, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും, ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറയാ, ആ സംഭവങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് അതേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് വാസ്തവമാണ്. പെട്ടെന്ന് തന്നെ അവൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് അവർ മാപ്പ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണ് ചിലപ്പോൾ മാപ്പ് കൊടുക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഉമ്മ മാപ്പ് കൊടുക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ഇത് പറയുമ്പോഴും ഉമ്മാരുടെ അടുത്ത് ഒരു മര്യാദയോ അല്ലെങ്കിൽ ഒരു മനസ്സോടു കൂടിയുള്ള ഒരു ക്ഷമാപാണവോ നടത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഉമ്മായുടെ തെറ്റാണെങ്കിൽ പോലും എന്ന് പറയുന്നുണ്ട്. ആ ഉമ്മ ഇത്രയും കാലം ജീവിച്ചിട്ട് ആ ഉമ്മയ്ക്ക് ഇത്രയും വലിയൊരു അപമാനം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഷാജിദയെ അവർ വളർത്തുന്നത് ഷാജിദയുടെ വാപ്പായുടെ സപ്പോർട്ട് ഇല്ലാതെയാണ്. ഒരു സ്ത്രീ തനിച്ച് കൂലിപ്പണി ചെയ്ത് വീടുകളിൽ പോയി എച്ചിൽ പാത്രം കഴുകി പിന്നെ ഇതേപോലെ തൊഴിലുറപ്പിനും ഒക്കെ പോയി കഷ്ടപ്പെട്ട് ആ മകളെ വളർത്തിക്കൊണ്ട് വന്ന് അതിനെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ആ മകൾക്ക് കുറച്ച് പണം കയ്യിൽ വരുമ്പോൾ ആ അമ്മയെ തള്ളിപ്പറഞ്ഞ രീതി അത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. ഒരു കാരണവശാലും ക്ഷമ അർഹിക്കുന്ന തെറ്റേ അല്ല ഷാഹിദ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ആ 5 കുട്ടികളുടെ സെക്യൂരിറ്റിയെ കണക്കാക്കിയെങ്കിലും ആ ഉമ്മ ക്ഷമിക്കാൻ തയ്യാറാവണം. ഇവിടെ ഷാജിദയല്ല പ്രശ്നം, ഷാജിദയുടെ മക്കളാണ്. ഷാജിദയുടെ മക്കൾ നേരിടാൻ പോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉമ്മ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആക്ഷനാണ് എടുക്കേണ്ടത്. ഈ ചുറ്റും നിന്ന് പറയുന്നവർ ക്ഷമിക്കരുത് എന്നൊക്കെ പറയുന്നവർക്കുണ്ടാവാം. അപ്പം ഞാനും അങ്ങനെയാണ് പറയുക, തീർച്ചയായിട്ടും ക്ഷമിക്കരുതെന്ന് തന്നെ പറയും. പക്ഷേ ഒരു പേഴ്സണായിട്ട് ചിന്തിക്കുമ്പോൾ, അതായത് ഒരു 5 കുട്ടികളുടെ ഒരു കൺസേൺ, അവരുടെ ആ ലൈഫിനെ കുറിച്ചുള്ള ഒരു നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ, അത് കൺസേൺ ചെയ്യുമ്പോൾ ആ ഉമ്മ അവരോട് മാപ്പ് പറഞ്ഞ് അവരുടെ മാപ്പ് ഏറ്റ് അവിടെ പോയി അവൾക്കൊപ്പം താമസിക്കുന്നതാണ്. ഒരിക്കലും ഉമ്മ ഈ വീട്ടിലേക്ക് അവളെ കൊണ്ടുവരരുത്. അവൾ വാടകയ്ക്ക് എടുക്കുന്ന വീട്ടിൽ തന്നെ ഉമ്മ പോയി നിൽക്കണം, വല്ലപ്പോഴും പോയി നിൽക്കണം, ക്ഷമ കൊടുക്കണം, സ്ഥിരമായി നിൽക്കുകയും വരുത്. നിങ്ങൾക്ക് മറ്റ് 2 കുട്ടികളുണ്ടെന്നും ആ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതാണെന്നും അവരെയും അവൾ കെയർ ചെയ്യേണ്ടതുണ്ടെന്നും അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഉമ്മാക്ക് എവിടെയോ പിഴച്ചു, അതുകൊണ്ടാണ് ഉമ്മാക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് പാവം തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ഈ വിഷയം ഒന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് എടുത്തതാണ്. ബാക്കി കേൾക്കാം. ഇത് കുറേ പേര് എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരുടെ കയ്യിൽ ഇതിന്റെ വീഡിയോസ് ഉണ്ട്. അവരെടുത്ത് വെച്ചിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ക്ഷമ കൊടുക്കരുതെന്നും ഇവൾ മഹാമോശമാണെന്നും ഒക്കെ ഉള്ള രീതിയിലാണ് പറയുന്നതെങ്കിലും എനിക്ക് പക്ഷേ എതിരഭിപ്രായമാണ്. അഭിപ്രായമാണ്. എന്താണെന്നറിയാമോ, വൺസ് നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കാൻ അവർ വന്ന് പറയുമ്പോൾ നമ്മളൊരു ചാൻസും കൂടെ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പം പകരം ആ ഉമ്മയെ പൊളന്ന് കെട്ടുന്നുണ്ട്. കാണിച്ചത് മാത്രം നിങ്ങൾക്ക് അറിയുള്ളൂ. അതിനുള്ളിൽ എന്താണ് നടന്നത്, എങ്ങനെയാണ്, എത്ര വർഷം എന്തായിരുന്നു എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. അതാണ് സത്യം. ഈ അതിനകത്ത് നടന്ന സംഭവങ്ങളെ പറ്റി നമുക്കൊന്നും ഒരു ബോധമില്ല, അറിയില്ല എന്നാ പറഞ്ഞേ. ഞാൻ ഇതിനകത്തൊരു എക്സ്പ്ലനേഷൻ തരാം. അപ്പം ഷാജിദയ്ക്ക് വേണ്ടി പറയുന്നതല്ല, പൊതുവിൽ മിക്ക കുടുംബങ്ങളിൽ നടക്കുന്നൊരു പ്രശ്നമാണ്. മൂത്ത കുഞ്ഞിനോട് കുറച്ച് കൺസേൺ, ബാക്കിയുള്ളവരോട് കൺസേൺ ഇല്ലാതിരിക്കുക. ഇളയ കുട്ടീനോട് ഭയങ്കര കൺസേൺ, ബാക്കിയുള്ളവരോട് ഒരു കെയർ ഇല്ലാണ്ടിരിക്കുക. ഇതൊക്കെ സ്വാഭാവികമായും കുറച്ച് അധികം കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്. ചില കുഞ്ഞുങ്ങളോടൊരു സ്പെഷ്യൽ കരുതൽ ഉണ്ടാവുക, ഒരു കെയർ ഉണ്ടാവുക. അപ്പം ഞാനും 2 മക്കളുടെ അമ്മയാണ്. അപ്പോൾ എനിക്ക് 2 കുട്ടികളെയും 2 രീതിയിലാണ് തോന്നാറുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടറെ ഡിപ്പെൻഡ് ചെയ്താണ്. മൂത്ത ആൾ ഓവർ കെയറാണ്, ഇളയ ആൾ ഭയങ്കര കെയറാണ്. 2 പേരും കെയറാണ്. ബട്ട് ആ കെയറിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കുക. ഇപ്പോൾ ഒന്ന് ഉറച്ച് ശബ്ദമിട്ടാൽ ഭയക്കുന്ന ആളാണ്. എൻ്റെ ആ ഒരു ഭാവമാറ്റം സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് എൻ്റെ മൂത്ത മകൻ.
ഇളയവൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ബഹളം വെച്ചാലും രണ്ട് പൊട്ടിച്ചാലും അവൻ നിന്നുകൊള്ളൂ. അവനത് പവറാണ്. കാരണം അവൻ കുരുത്തക്കേട് കൂടുതൽ കാണിച്ച് എൻ്റെ നിന്ന് ഒരുപാട് വാങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ഞാൻ ഇത്തിരി വഴക്കൊക്കെ പറഞ്ഞ് അവൻ കേൾക്കും. മൂത്ത ആൾ അങ്ങനെയല്ല. എൻ്റെ വായിൽ നിന്നൊന്നും കേൾക്കാതിരിക്കാൻ അവൻ മാക്സിമം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ മക്കളിലുള്ള ആ ഒരു ഇത് നമുക്കുമുണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ റീസൺ അത് പക്ഷപാതമൊന്നുമല്ല. ഒരു പ്രോബ്ലം വന്നാൽ ഇപ്പോൾ അവർ തമ്മിൽ തല്ലുകയാണെങ്കിൽ ഇനി രണ്ടുപേർക്കും സൈഡ് പറയില്ല, രണ്ടുപേരുടെയും ഭാഗത്ത് ന്യായമോ അന്യായമോ പറയത്തില്ല. ഞാൻ സങ്കടപ്പെടും, എനിക്കത് ഇഷ്ടമില്ല. നിങ്ങൾ തമ്മിൽ അമിക്കബിളി സോൾവ് ചെയ്തിട്ട് വരാൻ പറയും. എൻ്റെ ഒരു രീതി അതാണ്. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ വഴക്ക് നടക്കുമ്പോഴത്തേക്ക് ന്യായത്തിൻ്റെ കൂടെ നിന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരാളെ ഇൻസൾട്ട് ചെയ്യുമ്പം അവർക്ക് മറ്റുള്ളവരോട് പകയാ തോന്നുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കവർ ചെയ്യാൻ ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇത് ടാലിയപ്പ് ചെയ്യുന്നതല്ല. ഇതേപോലൊരവസ്ഥ അവൾക്കുണ്ട്. അവൾ കൺസേൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ, 5 കുട്ടികളുടെ അമ്മ, കഷ്ടപ്പെടുന്നു. അവൾക്കൊപ്പം നിൽക്കണം. അല്ലാതെ മക്കൾ വരുമ്പം അവരുടെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് വേവിച്ച് പറക്കി കൊടുക്കുന്നു, അവരെ കെയർ ചെയ്യുന്നു, അവളുടെ ക്യാഷ് കൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് അവൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ അവൾ അവിടെ ചിന്തിക്കേണ്ടതെന്നറിയാം, വല്ലപ്പോഴും വരുന്ന ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലേ? അവരുടെയും കൂടി ഉമ്മ അല്ലേ? അപ്പോൾ അവർ വല്ലപ്പോഴുമാണ് വരുന്നതെങ്കിലും അവർക്കും അവിടെ റൈറ്റ്സ് ഉണ്ട്. എപ്പോഴും കൂടെ നിൽക്കുന്ന നിങ്ങൾക്കുള്ള അത്രയും റൈറ്റ്സ് അവർക്കും ഉണ്ട്. നിങ്ങൾക്ക് എന്നും അവൈലബിൾ ആണ് ആ അമ്മ. അവർക്ക് വല്ലപ്പോഴുമാണ്. അപ്പോൾ അവർക്ക് വരാനുള്ള സ്പേസ് ഇല്ല എന്ന് നീ നിഷേധിക്കുന്നിടത്ത് നീ ചെയ്യുന്ന ദ്രോഹം എത്ര വലുതാണെന്ന് അറിയാമോ? ഇനി നീയാണ് രണ്ടാമത്തെ കുഞ്ഞ്, അതുങ്ങളായിരുന്നു ആദ്യത്തെങ്കിൽ നിനക്ക് ഇത് എത്രത്തോളം വേദന തോന്നിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനുള്ള ഒരു സോഷ്യലായിട്ട് ആളുകളുമായിട്ട് അത്രയും മിക്സപ്പ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. പിന്നെ അവർ ജീവിച്ച സാഹചര്യത്തിൽ അവർ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യവും ഇതുപോലെ ആൾക്കാർ വന്ന് പോകുന്നൊരു ലെവലില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അവർ പറയും. അവർക്കൊരു പക്ഷെ അറിയായിരിക്കാം മകൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല എന്നറിയാമായിരിക്കാം. എന്നാലും ആ അമ്മ പറയാം, അമ്മമാരല്ലേ, നമ്മുടെ അമ്മമാർ എന്തായാലും നമുക്കിട്ട് നല്ല തരും. കാരണം നമ്മളെ ഏറ്റവും മനസ്സിലാക്കുന്നത് അവരാണ്. ബൈ ബർത്ത് തൊട്ട് നമ്മളെ കാണുന്നത് അവരാണ്. നമ്മളുടെ എല്ലാ രീതിയിലുള്ള ഫീലിങ്സ് അവർക്ക് മനസ്സിലാകും. അതില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അമ്മയ്ക്ക് മാത്രമേ നമ്മളെ മനസ്സിലാവുള്ളൂ, വേറെ ആർക്കും നമ്മളെ പിടികിട്ടത്തില്ല. പിന്നെ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തതിനെ പറ്റി ഒരു കാര്യം മനസ്സിലാക്കുക. ഇതുവരെയും ഷാജിദയ്ക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതാണ്. ഷാജിദ് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഓൺസ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ നമ്മളത് ഡിലീറ്റ് ചെയ്താൽ അത് അവിടെ കിടക്കും, ആളുകൾ അത് എടുത്തുകൊണ്ട് പോകും. ആ ഉമ്മ എങ്ങനെയെല്ലാം അവഹേളിക്കപ്പെടാമെന്നറിയാമോ? ഷാജിദയ്ക്ക് ഇനി ഉമ്മയുമായിട്ടൊരു വീഡിയോ ചെയ്യാൻ ഒക്കത്തില്ല. അതിൻ്റെ താഴെ ഈ കമൻറ്റ് എന്തായാലും ഉണ്ടാവും. മാത്രമല്ല ഫേസ്ബുക്കിലൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ ഈ വീഡിയോയും കൂടെ കൊണ്ടുവന്ന് ഒട്ടിച്ച് വയ്ക്കും. അതിനുള്ള ഫെസിലിറ്റീസ് പിന്നെ ഫേസ്ബുക്ക് അലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് വെച്ചിട്ടല്ലേ ഈ പ്രശ്നം വരുന്നത്. അവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത്. അത് മനസ്സിലാക്കാതെയാണ് ഷാജിദ് ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. വീട്ടിലവർ തുണിയൊക്കെ കാണിച്ചു, നിങ്ങളടുത്തല്ലേ, അത് ദേഷ്യം വന്നപ്പോൾ കാണിച്ചു, അത്ര തന്നെ. പുറത്തേക്കല്ലല്ലോ, ഒരു റോഡിൽ നിന്ന് കാണിച്ചോ? ഇല്ല. മറ്റു ബന്ധുക്കളുടെ മുമ്പിൽ നിന്ന് കാണിച്ചോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ, എൻ്റെ 12 വയസ്സുകാരങ്ങ് മുറ്റിപ്പോയി, അവരുടെ ചെറുപിള്ളയല്ലേ, അവരുടെ മകളുടെ കുട്ടിയല്ലേ, ആ കുട്ടിയുടെ അടുത്തല്ലേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിനകത്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു. നാളെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. ഈ ഷാജിദയ്ക്ക് 5 ആൺമക്കളാണ്. എന്തായാലും അവർ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരും. ഇവരനുഭവിച്ച ഈ ഉമ്മ അനുഭവിച്ചതിൻ്റെ 10 മടങ്ങ് അവൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പം നോക്ക്, അവർക്കൊരു തൊഴിലിന് പോകാൻ ഒക്കത്തില്ല. കുഞ്ഞുങ്ങൾ ആര് കെയർ ചെയ്യും? ആര് നോക്കും? ആ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? കേസും കൂട്ടവും കൂടെ ആകുമ്പോൾ പിന്നെ എന്താണ്? ഇപ്പം ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഡബിൾ ചെയ്യേണ്ടി വരും. എന്തിനും ഏതിനും ആളുകളെ പകയ്ക്കാൻ എളുപ്പമാണ്, ആളുകളെ ചേർത്ത് പിടിക്കാനാണ് ബുദ്ധിമുട്ട്. നമ്മുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സെക്യൂറായ ഒരു ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും അഹങ്കാരം കാണിച്ചിട്ട് ഇനി ഒരു റിക്വസ്റ്റ് കൊണ്ടുവന്ന് ആരെങ്കിലും കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതാണ് ഈ ദേഷ്യം എല്ലാവർക്കും വരുന്നത്. പക്ഷെ ഞാൻ മെൽറ്റായി കേട്ടോ. കണ്ടപ്പോൾ തന്നെ എനിക്ക് പാവം തോന്നിയിട്ടുണ്ട്, കഷ്ടമെന്ന് തോന്നിയിട്ടുണ്ട്. നോക്കിക്ക് അതിപ്പം മാറും. കാരണം സെക്കൻഡിൽ അവൾ എനിക്കെതിരെ വീഡിയോ ചെയ്യും, പച്ചത്തെറി വിളിക്കും. അപ്പം നമുക്ക് സ്വാഭാവികമായി അവളോട് ദേഷ്യം വരും. അത് തന്നെയാണ് ഓരോരുത്തർക്കും ഉള്ളത്. മനുഷ്യനെ മനസ്സിലാക്കണ്ടായോ? ആ കുട്ടികളാണ് ഏറ്റവും വലിയ കൺസേൺ. കാരണം 5 പേരാണ്, അവരുടെ 5 പേരുടെ വയറ് കഴിയണം, അവർ പഠിക്കണം, നാളത്തെ ക്രിമിനലുകൾ ആകരുത് എന്നുള്ളത് കൊണ്ടാണ്. ആ ഉമ്മ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അവളെ ചേർത്ത് പിടിക്കാൻ നോക്കൂ. അതിൻ്റെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കൂ. അതാണ് നല്ലത്. ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതി വാശി വിട്ടിട്ട് അവർക്കൊപ്പം പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിടുന്നു. ഷെരീഫ് നേരിട്ട അപമാനത്തിന് ഷെരീഫ് ചെയ്യുന്നൊന്നും തെറ്റെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപമാനിക്കപ്പെട്ട വ്യക്തിക്ക്, മുറിവേറ്റ വ്യക്തിക്ക് ആ മുറി ഉണങ്ങാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും. പക്ഷെ ഷെരീഫിനോട് സംസാരിച്ചാലും തീരാവുന്നതേ ഉള്ളൂ, ഉമ്മാക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. മകൾക്ക് വേണ്ടിയിട്ട് ഉമ്മാക്ക് പോയി സംസാരിച്ചാൽ ആ പ്രോബ്ലം സോൾവ് ആകും. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതല്ലേ നല്ലത്. പകരം ഇങ്ങനെ മാറി നിന്നുകൊണ്ട് ആളുകളിട്ട് കൊത്തിപ്പറിക്കുന്നത് കണ്ടു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഇത്രയും തന്നെ അവൾ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഉമ്മായെ ആരും കുറ്റപ്പെടുത്തത്തില്ല.
പക്ഷേ നമുക്ക് ഒരു മനസാക്ഷി ഉണ്ടാവത്തില്ലേ? അപ്പോൾ ഇതിനകത്ത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. മേ ബി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ദേഷ്യം വരും, കാരണം എന്നെ അത്രത്തോളം അപമാനിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ പലരിൽ നിന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ എനിക്കെതിരെ നടത്തി പടയൊരുക്കവും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്താണെന്നറിയോ, പാസ്റ്റ് ഗോഡ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുകയാണ്. അവിടുന്ന് മറുപടി ഉണ്ടാവട്ടെ. അവിടുന്ന് ആകുമ്പോൾ നല്ല മറുപടി കൊടുക്കും. നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയ മറുപടിയേ പറ്റുള്ളൂ. അല്ല, അവിടുന്ന് ആകുമ്പോൾ നല്ല സൂപ്പർ മറുപടി കിട്ടും. അത്രത്തോളം എന്നെ മോശം പറഞ്ഞു, എൻ്റെ മക്കളെ അവഹേളിച്ചു ഒക്കെ ചെയ്തു. അത് പോട്ടെ, ഒരു പൊടി കുഞ്ഞിനെ കൊണ്ട്, അത് ഞാൻ മുത്തശ്ശിയാവേണ്ട ആളാണ്. എൻ്റെ മകൻ ഒരു 23 വയസ്സ് വിവാഹം കഴിച്ചാൽ ആ പ്രായത്തിലുള്ളൊരു കുഞ്ഞുണ്ടാകും. അങ്ങനെയുള്ളൊരു കുഞ്ഞ് വന്നിട്ട് എൻ്റെ പേര് വിളിച്ച് എന്നെ അവമാനിച്ചു. ഞാൻ എപ്പോഴും സമാധാനിച്ച എന്താണെന്നറിയാമോ? അവളുടെ പെറ്റ തള്ളക്കില്ലാത്ത റെസ്പെക്റ്റ് അവൾ വേറെ ആർക്ക് കൊടുക്കാൻ പോകുന്നു? പെറ്റ അമ്മയ്ക്ക്, പെറ്റ വയറിന് കൊടുക്കാത്ത റെസ്പെക്റ്റ്. അവളും 5 പ്രസവിച്ചതല്ലേ. ആ വേദന, വളർത്തുന്ന ബുദ്ധിമുട്ട്, ആ കെയർ, അതൊക്കെ മനസ്സിലാകുന്ന ഒരു അമ്മയെ ഇങ്ങനെ കുറ്റപ്പെടുത്തു. അപ്പോൾ അത് ചെയ്ത ആ സ്ത്രീക്ക് മറ്റുള്ളവരോട് എന്ത് കരുതലുണ്ടാകാൻ ഒന്നുമില്ല. അപ്പോൾ അതങ്ങനെ കൺസേൺ ചെയ്ത് ഞാനത് കളയുകയാണ് ചെയ്തത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്കടുത്ത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു കാരണവശാലും അവർ സേഫ് ഹാൻഡിൽ അല്ലെങ്കിൽ എനിക്ക് പരാതി എവിടെയുണ്ട്, എൻ്റെ പരാതി ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. സേഫാണ് എന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും. തീർച്ചയായിട്ടും ഇതിന് നല്ല നടപടി ഉണ്ടാവുക തന്നെ വേണം. ആ ഉമ്മയെ എല്ലാവരും കൂടെ സംസാരിച്ച് അത് കോംപ്രമൈസ് ആക്കണം. ഓൺ മോർ ടൈം ഒരു ചാൻസും കൂടെ കൊടുത്തു നോക്കൂ. മേ ബി ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടായാലോ. നല്ല വ്ളോഗൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണും. സുരക്ഷിതമായി എവിടെയെങ്കിലും കിടക്കാനുള്ള ഒരു വീട് വേണമെങ്കിലും ആളുകൾ ഉണ്ടാക്കി തരും. അഹങ്കാരികൾ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അഹങ്കാരികൾക്ക് എവിടെയും സ്പേസ് ഉണ്ടാവത്തില്ല. അതൊരു വലിയ തത്വമാണ്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഷാജിദ നല്ല കുട്ടിയാണ് എങ്കിൽ, നല്ലൊരു അമ്മയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.